അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ലൊരു ചരിത്രം നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന മനോഹരമായൊരു ചരിത്രം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടി പറയട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റുപാടും സ്വഹാബത്തുണ്ട്. നബി തങ്ങളുടെ ഓരോ വചനങ്ങളും കൗതുകത്തോടു കൂടി കാതോർക്കുകയാണ്. ഇതിനിടയിൽ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ്റെ കയ്യിൽ നല്ല സുന്ദരമായ മുന്തിരിയുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലറത്തിൽ കൊണ്ടുവരികയും നബി തങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടുകൂടി അതിൽ നിന്ന് ഓരോന്ന് ഭക്ഷിക്കുക. അത് പൂർണ്ണമായും ഭക്ഷിച്ചു. കൊണ്ടുവന്ന ആൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നബിയോട് സലാം പറഞ്ഞു പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ സമയത്ത് ചുറ്റുപാടുമുള്ള സ്വഹാബത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എന്ത് തന്നെ കൊണ്ടുവന്നാലും അങ്ങ് ഒരല്പം കഴിച്ചതിന് ശേഷം ബാക്കി മുഴുവൻ വിതരണം ചെയ്യാറാണല്ലോ പതിവ്. ഇതെന്തേ സംഭവിച്ചത്? അങ്ങ് കൊണ്ടുവന്നത് മുഴുവനും ഭക്ഷിച്ചു. ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ചുറ്റും കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ കൊണ്ടുവന്ന മുന്തിരി ശക്തമായ പുളിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തന്നാൽ, നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ നെറ്റി ഒരു പക്ഷേ ചുളിയും, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനം കാണാൻ കഴിയും. അത് കൊണ്ടുവന്ന ആൾക്ക് വലിയ രീതിയിൽ വിഷമവും പ്രയാസവും ഉണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മുടെ ഗുണപാഠമായി പഠിക്കേണ്ടത് ആര് എന്ത് തന്നാലും അത് സ്നേഹത്തോടെ വാങ്ങുകയും അയാളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഒരാൾ നമുക്കൊരു നന്മ തന്നാൽ, ഒരു നന്മ ചെയ്തു തന്നാൽ അയാളോട് നമ്മുടെ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം. ഏറ്റവും വലിയ പ്രതിഫലാർഹമായിട്ടുള്ള സന്തോഷമുള്ള ഒരു പ്രാർത്ഥനയാണ്. അയാൾക്ക്, നമുക്ക് തന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യങ്ങൾ മനസ്സിലാക്കാൻ, ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠം പഠിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു